നസീഹത്ത് കേൾക്കുക, ഉപദേശം കേൾക്കുക. കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ സഹോദരിമാർക്ക്, സ്ത്രീകൾക്ക് വീട് വിട്ടിറങ്ങാൻ പല സന്ദർഭങ്ങളും വീട് വിട്ടിറങ്ങാൻ പറ്റുന്ന അനുവദനീയമാകുന്ന സന്ദർഭങ്ങൾ വിവരിച്ചെടുത്ത് ഇൽമ് കേൾക്കാൻ വേണ്ടി, അത് ഫർദ് ഐനായ ഇൽമാണെങ്കിലും ഫർദ് കിഫിയായ ഇൽമാണെങ്കിലും അല്ല സുന്നത്തായ കാര്യങ്ങൾ പറയുന്ന മജ്ലിസാണെങ്കിലും ആ മജ്ലിസിലേക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് അനുവദനീയമാണെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അതോടുകൂടി അതിനുവേണ്ടി വരുമ്പോൾ അവിടെയുള്ള സ്വലാത്ത് മജ്ലിസ് സ്വലാത്തിൽ പങ്കെടുക്കുകയും തന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുക എന്ന ഉദ്ദേശം വെച്ചുകൊണ്ട് അതിൽ പങ്കെടുക്കുക കൂടിയാകുമ്പോൾ അവരുടെ ഈ വരവ് ഒരു ഇബാദത്തായി മാറുകയാണ്. അപ്പൊ ചിലർ മനസ്സിലാക്കി സ്വലാത്ത് മജ്ലിസ് അല്ലേ, എന്തിനാ ഇങ്ങനെ നസീഹത്ത് എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിനുകൂടിയുള്ള ഒരു മറുപടിയാണ് ഞാൻ നൽകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നമ്മെ പടച്ചത്, നമുക്ക് ഭക്ഷണം തരുന്നത്, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഞാനിവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത് അല്ലാഹു അവിടുന്ന് നൽകിയ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. ഈ സദസ്സിലേക്ക് നിങ്ങൾ എത്തിയതും ഈ സദസ്സിൽ പങ്കെടുത്തതും എല്ലാം അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് മാത്രമാണ്. എല്ലാം ചെയ്തു തരുന്നത് പടച്ച റബ്ബാണ്. നമുക്ക് ആരോഗ്യം നൽകിയതും ഭക്ഷണം നൽകിയതും സമ്പത്ത് നൽകിയതും നമ്മെ പരിപാലിക്കുന്നതും അല്ലാഹുവാണ്. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഓരോ സെക്കൻഡുകളിലും മൈക്രോ സെക്കൻഡുകളിലും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ് സാധുക്കളായ നാം. എന്നാൽ അല്ലാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളിൽ നിന്ന് ഏറ്റവും വലിയ അനുഗ്രഹം നമ്മയൊക്കെ മുസ്ലിമീങ്ങളാക്കി, മുഅ്മിനീങ്ങളാക്കി എന്നതാണ്. ഇതിനേക്കാൾ ഒരു വലിയ അനുഗ്രഹം നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. മുസ്ലിമായി പ്രസവിക്കപ്പെട്ട നാം, മുസ്ലിമായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന നാം ഈമാനോട് കൂടി തന്നെ ഈ ലോകത്തിൽ നിന്ന് വിട പറയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. ആമീൻ. നമുക്ക് ദുആ ചെയ്യാം. അതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. ഒരു മനുഷ്യനിക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ അനുഗ്രഹം അതാണ്. മരിക്കുന്ന സമയത്ത് ഈമാനോട് കൂടി മരിക്കണം. അതിനുവേണ്ടിയാണ് ഇത്തരത്തിലുള്ള സദസ്സുകൾ നാം ഒരുക്കുന്നത്, ഇത്തരത്തിലുള്ള സദസ്സുകളിൽ നാം പങ്കെടുക്കുന്നത്. അല്ലാഹുവിനെ ഓർക്കാൻ വേണ്ടിയും അല്ലാഹുവിനിക്ക് ദിക്ർ ചൊല്ലാൻ വേണ്ടിയും ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി. കാരണം നാം മരിക്കാൻ കിടക്കുന്ന സമയത്ത് നമ്മുടെ ഈമാൻ തട്ടിയെടുക്കാൻ വേണ്ടി ഇബ്ലീസ് ശ്രമിക്കുമെന്നും ആ ഇബ്ലീസിനെ തട്ടി മാറ്റാൻ വേണ്ടി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുത്തുനബി അറിഞ്ഞ് ജീവിച്ച മുഅ്മിനീങ്ങളുടെ അടുത്തേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറഞ്ഞേക്കുമെന്നും ഇമാം സുയൂത്തി രേഖപ്പെടുത്തിയതായി കാണാം. ഇവിടെ എന്ത് സംഭവിച്ചാലും എല്ലാം അല്ലാഹുവിന്റെ നേരത്തെയുള്ള തീരുമാനമാണ്. അതല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നത്, ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്. ഖുൽ നബിയെ തങ്ങൾ പറയുക, രാജാധിരാജനായ അല്ലാഹുവേ, തുൽ മുൽക മൻ തശാ. ഇവിടെ ആർക്കെങ്കിലും അധികാരം അല്ലാഹു നൽകുന്നതെങ്കിൽ അത് നീയാണ് നൽകുന്നത്, പടച്ചറപ്പാണ് നൽകുന്നത്. വതൻസിഉൽ മുൽക മിമ്മൻ തശാ. ആരുടെയും പക്കൽ നിന്ന് ഭരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ആരുടെ പക്കൽ നിന്ന് മാറ്റി വെക്കുന്നുവെങ്കിൽ അതും നീയാണ്. വതുഇസ്സു മൻ തശാ. ആർക്കെങ്കിലും വിജയം നൽകിക്കൊണ്ട് ഇസ്സത്ത് നൽകുന്നുവെങ്കിൽ, ഒരാൾക്ക് വലിയ പദവി നൽകുന്നുവെങ്കിൽ അതും നീയാണ്. വതുദില്ലു മൻ തശാ. ഒരുത്തനെ നിസ്സാരപ്പെടുത്തുന്നു, പരാജയപ്പെടുത്തുന്നു പടച്ച റബ്ബാണ്. പടച്ച റബ്ബിന്റെ തൗഫീഖ് ഇല്ലാതെ ഒരാൾക്കും വിജയിക്കാൻ സാധ്യമല്ല. വതുദില്ലു മൻ തശാ. ഒരാള് വിജയിക്കുമ്പോൾ മറ്റൊരാള് പരാജയപ്പെടുന്നു. ഇതും പടച്ച റബ്ബിന്റെ നേരത്തെയുള്ള തീരുമാനമാണ്.
ബിയദിക്കൽ ഖൈർ, എല്ലാം നിന്റെ പക്കൽ നിന്നുള്ളതാണ്. ഇന്നക അലാ കുല്ലി ശൈഇൻ ഖദീർ, എല്ലാറ്റിനും കഴിവുള്ളവനാണ് നീ. ഏതൊരുത്തിനെയും പരാജയപ്പെടുത്താനും വിജയിപ്പിക്കാനും നിനക്ക് കഴിയുമെന്നാണ് പരിശുദ്ധ ഖുർആനിൽ പറയുന്നത്. എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാര്യങ്ങളെ കൊണ്ടാണ് നടക്കുന്നത്. പടച്ച റബ്ബാണ് നമുക്ക് ഭക്ഷണം നൽകുന്നത്, എല്ലാം നൽകുന്നത് പടച്ച റബ്ബാണ്. പടച്ച റബ്ബിന്റെ അനുഗ്രഹങ്ങളൊക്കെ എത്രയാണ്. സയ്യിദുനാ കരീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കല്യാണം കഴിച്ചത് ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകളെയാണ്. ഒരു ഖിബ്തിയായ മനുഷ്യനെ കൊലപ്പെടുത്തിയിട്ട് സ്വന്തം നാട്ടിൽ നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ നാട് വിട്ട് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നാട്ടിലേക്ക് എത്തി. അല്ല, ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നാട്ടിലേക്ക് എത്തി. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പരിചയപ്പെടുത്തി. പെൺമക്കൾ മുഖേന, ചരിത്രം നീണ്ടതാണ്, പെൺമക്കൾ മുഖേന ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മനസ്സിലാക്കുകയും തന്റെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയിൽ ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യ ഗർഭിണിയായപ്പോ ഏകദേശം പ്രസവിക്കാനായ സമയത്ത് മൂസാ നബിക്ക് ഒരു ആഗ്രഹം, ഉമ്മാനൊന്ന് കാണണം. കാരണം നാട്ടിൽ നിന്ന് യാത്ര പോകുന്നതാണ്, ഉമ്മാനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹം. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ഭാര്യയും കൂട്ടി ഒരു ഖാദിമിനെയും കൂട്ടി ഉമ്മാനെ കാണാൻ വേണ്ടി പുറപ്പെടുകയാണ്. സൂറത്ത് ത്വാഹയുടെ തുടക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഹൽ ഹഖാക ഹദീഥു മൂസ, നബിയെ തങ്ങൾക്ക് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിവരം, ചരിത്രം തങ്ങൾക്ക് വന്നില്ലേ? ഫഖാല ലി അഹ്ലിഹിം ഖുസൂ. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ഭാര്യയും ഖാദിയുമായി ഇങ്ങനെ യാത്ര ഇങ്ങനെ പോകുന്നതിനിടയിൽ ഭാര്യക്ക് പ്രസവവേദന വന്നു. അങ്ങനെ ഭാര്യ ഇടക്ക് പ്രസവിക്കുമെന്ന് അറിയില്ലായിരുന്നു, കുറച്ചൊക്കെ സമയം കിട്ടുമെന്നാണ് മനസ്സിലാക്കിയത്. പക്ഷെ വഴിയിൽ വെച്ചുകൊണ്ട് പ്രസവവേദന വന്നു. അങ്ങനെ ഭാര്യ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. അങ്ങനെ പ്രസവിച്ചപ്പോ അത് സംബന്ധമായുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ. അതിനിടയിൽ പോകുന്ന വഴിയൊക്കെ ബേജാറിനിടയിൽ വഴിയൊക്കെ തെറ്റിപ്പോയി. ഈ ഭാര്യക്ക് ഭക്ഷണം കൊടുക്കണം, വെള്ളം കൊടുക്കണം, ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം, അതിന് തീ കിട്ടാനോ ഇല്ല. അങ്ങനെ കുറെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. തീ കിട്ടാതായപ്പോ കുറെ ഇങ്ങനെ അന്വേഷിച്ചപ്പോ വലത്തും ഇടത്തൊക്കെ നടന്ന് കുറെ ഇങ്ങനെ അന്വേഷിച്ചപ്പോ ദൂരെ ഒരു തീ ഇങ്ങനെ കത്തുന്നത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭാര്യയോട് പറഞ്ഞു, തന്റെ ഖാദിമിനോട് പറഞ്ഞു, നിങ്ങളോട് നിൽക്കി, ഇനി ആനസ്തു നാറൻ, കുറച്ചപ്പുറത്ത് തീ കാണുന്നുണ്ട്, ഞാൻ അങ്ങോട്ടൊന്ന് പോയി നോക്കട്ടെ, നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കേണ്ടി വരുമല്ലോ, തീയുവാണല്ലോ. പഴയ കാലത്തൊക്കെ രാവിലെ സുബഹിക്ക് എഴുന്നേറ്റാല് തീയില്ലാതെ വരുമ്പോ തീ കണലിന് വേണ്ടി അയൽപക്കത്തേക്ക് ചികരിമായിട്ട് പോകാറുണ്ട്. അവിടെ അപ്പുറത്ത് തീ ഉണ്ടെങ്കിൽ അത് കൊണ്ടുവന്ന് തീ ഊതിയിട്ട് ഇങ്ങനെ പിന്നെ നമ്മുടെ അടുപ്പത്ത് തീ കത്തിക്കും. ഇതുപോലെ മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ എത്തി. അങ്ങനെ അങ്ങോട്ട് തൂരിസീന പർവ്വതത്തിലേക്ക് ഇങ്ങനെ കയറും. അപ്പോഴാണ് അർഹമുർ-റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയുന്നു, ഫഖറഇൻ അലൈക ഇന്നക ബിൽ വാദിൽ മുഖദ്ദസ് തുവാ. മൂസാ നബി അലൈഹി സ്വലാത്തു ചെരുപ്പും ധരിച്ചിട്ടാണ് തൂരിസീന മലയുടെ മുകളിലേക്ക് പോകുന്നത്. പടച്ചോൻ പറഞ്ഞു, ഫഖറഇൻ അലൈക, നിങ്ങൾ ചെരുപ്പഴിച്ചു വെക്കണം. ഇന്നക ബിൽ വാദിൽ മുഖദ്ദസ് തുവാ, ഇത് പരിശുദ്ധമായ സ്ഥലമാണ്, ഇത് നല്ല സ്ഥലം, നല്ല സ്ഥലത്തേക്ക് കയറുമ്പോ ചെരുപ്പഴിച്ചു വെക്കണം എന്ന് അതിന് മനസ്സിലാകുന്നു. മഹാനായിരിക്കുന്ന ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ഒരിക്കൽ വീട്ടില് പഠനമൊക്കെ കഴിഞ്ഞ് ദർസൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുമ്പോ ഒരാള് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് വന്നു. അവരുടെ ആവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഒരു കടലാസിൽ എഴുതി കൊടുക്കാനായിരുന്നു. അങ്ങനെ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പിന്നെ അടുത്ത് കടലാസിന്റെ കഷ്ണം കൈമാറി, ഇതൊന്ന് എഴുതി തരാന്ന് പറഞ്ഞു.
അപ്പൊ ഷാഫി ഇമാം പറഞ്ഞു കുറെ സമയം കുറെ വൈകിട്ടുണ്ട്, അപ്പൊ ഇൻഷാ അല്ലാഹ് ഞാൻ നാളെ ഇത് തരാം, കടലാസിന്റെ കഷ്ണം ഇങ്ങ് തരാം, ഞാനത് ഇവിടെ വെക്കാന്ന് പറഞ്ഞു. അന്ന് മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു സാധാരണ കിടക്കുന്ന റൂമിൽ കിടക്കുന്നില്ല, കോലായിൽ വന്ന് കിടക്കുകയാണ്. മരം കോച്ചും തണുപ്പുണ്ട്. ആ സമയത്താണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു കോലായിൽ വന്ന് കിടക്കുന്നത്, റൂമിൽ കിടക്കുന്നില്ല. ശിഷ്യന്മാര് ചോദിച്ചു, എന്തിപ്പോ ഇന്നിപ്പോ കോലായിൽ കിടക്കുന്നു, പുറത്ത് കിടക്കുന്നു, റൂമിൽ എന്തെന്ന്? അപ്പൊ ഷാഫി ഇമാം പറഞ്ഞു, ഞാൻ ഉറങ്ങാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന സമയത്ത് ഒരു കടലാസിന്റെ കഷ്ണം ഒരാള് കൊണ്ടുവന്നിരുന്നു, അത് സൂറത്തുൽ ഇഖ്ലാസ് എഴുതാൻ വേണ്ടിയാണ് എന്നോട് ആവശ്യപ്പെട്ടത്, ഞാനത് നാളത്തേക്ക് വെച്ചു, ആ കടലാസിന്റെ കഷ്ണം റൂമിലുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അവിടെ കിടക്കാത്തത്. സൂറത്തുൽ ഇഖ്ലാസ് എഴുതാൻ വേണ്ടി കൊണ്ടുവന്ന കടലാസിന്റെ കഷ്ണം റൂമിലുണ്ടായതുകൊണ്ട് ആ റൂമിൽ കിടക്കുന്നത് അദബുകേടാകുമോ എന്ന് പേടിച്ചിട്ട് ഞാൻ അവിടെ കിടക്കാതെ പുറത്തു വന്ന് കിടന്നതാണ്. നമ്മളെ റൂമിലൊക്കെ ചിലപ്പോൾ ഇഷ്ടം പോലെ മുസാഫൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ കാലിന്റെ തോട്ടന്നെ ഉണ്ടാവും, പക്ഷെ നമുക്ക് അദബില്ല. അപ്പൊ വലിയ ബഹുമാനം സൂറത്തുൽ ഇഖ്ലാസ് എഴുതിയിട്ടില്ല, എഴുതാനോട് ഉദ്ദേശിച്ചിട്ടേ ഉള്ളൂ. അപ്പൊ ശിഷ്യന്മാർ ചോദിച്ചു, മുസാഫുണ്ട് അതുകൊണ്ടാണ് റൂമിൽ കിടക്കണില്ല എന്ന് പറഞ്ഞാൽ സംഗതി ഞങ്ങൾക്ക് മനസ്സിലാവും, സൂറത്തുൽ ഇഖ്ലാസ് എഴുതിയിട്ടുണ്ടെങ്കിലും മനസ്സിലാവും, ഇത് സൂറത്തുൽ ഇഖ്ലാസ് എഴുതാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടേ ഉള്ളൂ. ആ കടലാസിന്റെ ആവശ്യത്തേക്ക് ഇത്രക്ക് വിഷമം സഹിച്ചുകൊണ്ട് കിടക്കേണ്ടതുണ്ടോ എന്ന് ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോൾ ഇമാമുന ഷാഫി തങ്ങൾ പറഞ്ഞെന്താണ്? ഈ ആയത്താണ് ഓതിയത്. കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തൂർ സിനാ മലയിലേക്ക് പോകുന്ന സമയത്ത് തൂർ സിനാ മലക്ക് അല്ലാഹു തആല വലിയ ബഹുമതി നൽകിയിട്ടുണ്ട്, ബഹുമാനം നൽകിയിട്ടുണ്ട്. എന്താണ് തൂർ സിനാ മലക്കുള്ള ബഹുമതി? കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എനിക്ക് തൗറാത്ത് നൽകാൻ വേണ്ടി അല്ലാഹു സെലക്ട് ചെയ്തു. തൗറാത്ത് നൽകിയിട്ടില്ല, തൗറാത്ത് നൽകാൻ വേണ്ടി അല്ലാഹു തീരുമാനിച്ച സ്ഥലമാണ് തൂർ സിനാ പർവ്വതം എന്ന് പറയുന്നത്. പടച്ചറബ് തീരുമാനിച്ച കാരണത്താൽ അത് കൊടുത്തിട്ടില്ലെങ്കിലും കൊടുക്കാൻ ഇവിടെ ഉദ്ദേശിച്ചിട്ടേ ഉള്ളൂ. അതിനിക്ക് വലിയ ബഹുമതി അല്ലാഹു അപ്പോൾ തന്നെ നൽകിപ്പോയി. അതുകൊണ്ടാണ് മദ്രസക്ക് അല്ലെങ്കിൽ പള്ളി കയറ്റാനൊക്കെ സ്ഥലം വാങ്ങിയാലും അത് പള്ളി കയറ്റാനോട് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അതോടുകൂടി അയ്യോ വലിയ ബഹുമതിയായി. അപ്പൊ പിന്നെ പോത്തിനെ കെട്ടാനോ അല്ലെങ്കിൽ ആടിനെ കെട്ടാനോ അത് പറ്റൂല എന്നാണ് മനസ്സിലാക്കുന്നത്. അത് അദബുകേടാണ്. ഉദ്ദേശിക്കലോട് കൂടി തന്നെ വലിയ ബഹുമതി, വലിയ മഹത്വം ആ ഭൂമിക്ക് വന്നുപോയി എന്നാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഈ പരിശുദ്ധ ഖുർആൻ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത്. ചെരുപ്പഴിച്ചു വെക്കണം, ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവാ, വലിയ ബഹുമതിയുള്ള സ്ഥലത്തേക്കാണ് നിങ്ങൾ കയറാനിരിക്കുന്നത്. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചെരുപ്പഴിച്ചു വെച്ച് ചെരുപ്പൊക്കെ അയച്ചു വെച്ചിട്ട് അങ്ങോട്ട് കയറിയപ്പോ പടച്ചിറപ്പ് പറഞ്ഞു, ഇന്നി അനല്ലാഹ്, ഞാൻ അല്ലാഹുവാണ്, ഞാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയോട് സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ മൂസാ നബിക്ക് ഭയങ്കര ബേജാറ്. പടച്ചോന്റെ അടുത്തേക്കാണ് ചെല്ലാൻ വേണ്ടി പറഞ്ഞു. പടച്ച റബ്ബിന്റെ തൂർ സിനാ മലക്ക് മുകളിലേക്ക് തൗറാത്ത് സ്വീകരിക്കൽ കൂടി ഉദ്ദേശമുണ്ട്. തീ വാങ്ങാൻ വേണ്ടി പോയതാണെങ്കിലും ഇടയിൽ വെച്ചുകൊണ്ട് പടച്ച റബ്ബിന് നിർദ്ദേശം വന്നിട്ടുണ്ട്, ഇവിടെ വന്നാൽ ഒരു കാര്യം കൂടി നിങ്ങൾ നേടിയെടുക്കേണ്ടതുണ്ട്. അപ്പൊ തൗറാത്ത് നൽകണമെന്ന ഉദ്ദേശം കൂടിയുണ്ട്. അപ്പൊ മൂസാ നബിക്ക് ഭയങ്കര ബേജാറ്. അപ്പൊ വലിയ പേടി ഉള്ളിലുണ്ട് എന്ന് അല്ലാഹു തആല മനസ്സിലാക്കിയപ്പോ അല്ലാഹു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി അല്ലാഹു ചോദിച്ചു, വമാ തിൽക ബിയമീനിക യാ മൂസ, മൂസ നബി നിങ്ങളുടെ കയ്യിൽ എന്താണ്? അല്ലാഹുക്ക് അറിയാലോ അത് വടിയാണെന്ന്, എല്ലാം അല്ലാഹുവിനറിയാം. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയാണ്. ചിലപ്പോ പഴയ കാലത്തൊക്കെ മദ്രസയിൽ 1ാം ക്ലാസ്സിൽ, കാരണം അന്ന് LKG ഇല്ല, UKG ഇല്ല, ഇംഗ്ലീഷ് മീഡിയം ഇല്ല, ഒന്നില്ല, 1ാം ക്ലാസ്സിൽ ഫസ്റ്റ് ആയിട്ട് കുട്ടികൾ പോകുക. അങ്ങനെ പോകുന്ന സമയത്ത് ആദ്യ ഒരു ഉസ്താദിനെയും കുറെ കുട്ടികളൊക്കെ അന്നാണ് കാണാം. അതുകൊണ്ട് തന്നെ അന്നത്തെ 1ാം ക്ലാസ്സിൽ ഭയങ്കര കരച്ചിലും ഭയങ്കര പൊരിച്ചിലും ഒക്കെ ഉണ്ടാവും. മദ്രസയിൽ കൊണ്ടുവരുന്നത് തന്നെ ഭയങ്കര പ്രയാസത്തോടു കൂടിയാണ്. അപ്പൊ ചിലപ്പോ നല്ല ഉസ്താദന്മാരാണെങ്കിൽ ഉസ്താദ് കുറെ കുട്ടികൾ പരിചയമില്ലാത്ത ആളുകളെ കാണുമ്പോ ഭയങ്കര വേദാറി കാരണം കുറച്ചപ്പുറത്ത് ഇങ്ങനെ നോക്കിയപ്പോ ഒരു താടിക്ക് വെച്ച് തലികെട്ടൊക്കെ കിട്ടിയ ഒരാളെ കണ്ടപ്പോ ഇതെന്താ പഠിച്ചോനെ, ഇത് വലിയൊരു സാധനം. കാരണം ചിലപ്പോ ഉപ്പാക്ക് താടി ഉണ്ടാവില്ല, തലികെട്ടൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെ പാടെ കണ്ട് ബേജാറായി നിൽക്കുന്ന അവിടേക്ക് ഈ കുട്ടി വരുന്ന സമയത്ത് കുട്ടിന്റെ ബേജാറൊന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി പഴയ കാലത്തൊക്കെ ഉസ്താദ് ചിലപ്പോ കുട്ടിനെ അടുത്ത് വിളിക്കും.
അടുത്തേക്ക് വിളിച്ചിട്ട് ചിലപ്പോ ചോദിക്കും മോനെ എന്റെ പേരെന്താണ്. അപ്പൊ ഈ കുട്ടി പറയും എന്റെ പേര് മാനുവാണ്, എന്റെ പേര് വീട്ടിൽ വിളിക്കുന്ന പേരാണ് പറയാ. പിന്നെ ചോദിക്കും എന്റെ ബാപ്പ ഗൾഫിലാണോന്ന് ചോദിച്ചു. അപ്പൊ കുട്ടീനെ സമാധാനം, കുട്ടിന്റെ പേര് ചോദിച്ചു, ബാപ്പാനെ കുറിച്ച് ചോദിച്ചു, ഉമ്മാനെ കുറിച്ച് ചോദിച്ചു, ബാപ്പ ഗൾഫിലാണോ. ചോദ്യം ഇങ്ങനെ ഹരം കൂടിയപ്പോ കുട്ടിക്ക് സമാധാനം വന്നപ്പോ കുട്ടി എന്റെ ബാപ്പയും ഗൾഫിലാണ്, കാക്കും ഗൾഫിലാണ്, താത്തും ഗൾഫിലാണ്, ഇതൊക്കെ പാടെന്ന് പറയും. ചോദിച്ചത് എന്റെ ബാപ്പ ഗൾഫിലാണോ. പക്ഷെ മറുപടി എന്താണ്? ബാപ്പിയും കാക്കും താത്തൊക്കെ ഗൾഫിലാണ്. അപ്പൊ കുട്ടീനോട് പറയാ ചോദിച്ചിന് മറുപടി അറിഞ്ഞ പോലെ. ഞാൻ എന്നോട് കാക്ക ഗൾഫിലാണോ താത്ത ഗൾഫിലാണോ ചോദിച്ചോന്ന് കുട്ടിനോട് ചൂടാൻ പറ്റൂല. അത് വളരെ ശാസ്ത്രീയമായിട്ടാണ് പെരുമാറേണ്ടത്. ഇതുപോലെ മഹാനായ റബ്ബ് സുബ്ഹാനഹു വ തആല മൂസാ നബിയോട് ചോദിച്ചു നിങ്ങളെ കയ്യിൽ എന്താണ്. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കിട്ടിയ ചാൻസ് അല്ല, ഹിയ അസ്വായ അതവക്കഉ അലൈഹാ വഅഹുസ്സു ബിഹാ അലാ ഗനമി വലിയ ഫീഹാ മആരിബു ഖറാ. ഈ കുട്ടി മറുപടി അറിഞ്ഞാൽ അതിന്റെ വടിയാണ്. അതവക്കഉ അലൈഹാ വഅഹുസ്സു ബിഹാ അലാ ഗനമി വലിയ ഫീഹാ മആരിബു ഖറാ. അത് ഞാൻ ആടുകൾക്ക് ഇല ചാടിച്ചു കൊടുക്കാനും ഉപയോഗപ്പെടുത്തും, ചാരി ഇരിക്കാനും ഉപയോഗപ്പെടുത്തും, വേറെയും കുറെ ഉദ്ദേശങ്ങളൊക്കെ അതിലുണ്ട്. ഇതൊക്കെ പറഞ്ഞപ്പോ പടച്ചോൻ പറഞ്ഞു ഞങ്ങൾ ആ വടി നിട്ടാണ് അങ്ങനെ. ചിലപ്പോ കുട്ടികളെ ബഹുമാനിക്കേണ്ടി വരും, ചെറിയ കുട്ടികളെ ഞങ്ങളത് അവിടെ പോയിരുന്നാണ് അറിയില്ല. ഇതേപോലെ ഈ വടിയൊന്നും ഇടാൻ പറഞ്ഞു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വടിയിട്ടപ്പോ പാമ്പായി മാറി, സർപ്പമായി മാറി. പടച്ചറപ്പോട് പേടിക്കേണ്ടതില്ല. ഈ ചർച്ചകളൊക്കെ കഴിഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു ഇദ്ഹബ് ഇലാ ഫിർഔന, എന്നാലേ നിങ്ങൾ ഫിർഔന്റെ അടുത്തേക്ക് പോകണം എന്ന് പറഞ്ഞു. ഫിർഔന്റെ അടുത്തേക്ക് പോകാൻ പറഞ്ഞു. മൂസാ നബി വന്നത് എന്തിനാണ്? തീയിന് വേണ്ടി വന്നതാണ്. ഇടയ്ക്ക് പടച്ചറപ്പ് സംസാരിച്ച് ചെരുപ്പയിക്കാൻ പറഞ്ഞു. അങ്ങനെ സംസാരമൊക്കെ കൂടി പിന്നെ അല്ലാഹു തആല പറഞ്ഞേക്കുന്നത് എന്താ? നിങ്ങള് ഫിർഔന്റെ അടുത്തേക്ക് പോകണം. പ്രസവിച്ച ഭാര്യനെയും ഖാദിമിനെയും ഒരു സ്ഥലത്ത് നിർത്തിയിട്ടാണ് അവർ പോകുന്നത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പോകുന്നത്. അപ്പൊ പടച്ചവനോട് മൂസാ നബി ചോദിച്ചു മൻ യഖൂമു ബി ഇയാലി, എന്റെ കുട്ടികളും എന്റെ പേരക്കാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്, ഞാൻ ഫിർഔന്റെ അടുത്തേക്ക് പോയാലും. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പടച്ചവൻ പറഞ്ഞു നിങ്ങളെ കയ്യിലൊരു വടി ഉണ്ടല്ലോ, ആ വടി കൊണ്ട് അപ്പുറത്തൊരു വലിയൊരു കല്ലുണ്ട്, ഒരു വലിയ പാറക്കല്ലുണ്ട്, ആ കല്ലിനൊന്ന് അടിച്ചോക്കാണോ. മൂസാ നബിക്ക് എന്താ പ്രശ്നം? എന്ത് ചോദ്യത്തിനാ മറുപടി കിട്ടേണ്ടത്? എന്റെ കുട്ടികളാ, എന്റെ കുട്ടീനാരാ നോക്കുക, എന്റെ ഭാര്യനെ ആരും ശ്രദ്ധിക്കും, അതേപോലെ എന്റെ ഖാദിമിനെ ആരും ശ്രദ്ധിക്കും എന്നാണ്. കാരണം കൂട്ടുമാറി പോകാനാണല്ലോ പറഞ്ഞത്. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വടികൊണ്ട്, വലിയ കല്ലാണ്, ഉരുളൻകല്ലാണ്, കല്ലിന് ഒരു അടി കൊടുത്തു. അപ്പൊ ഫൻസഖത, കല്ല് രണ്ട് പിളർപ്പായി മാറി. അപ്പൊ അതിന്റെ ഉള്ളിൽ നിന്ന് ഒരു വലിയ ഉരുളക്കല്ല് വന്നു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പടച്ചോൻ പറഞ്ഞു രണ്ടാമത് പഠിക്കാൻ വേണ്ടി പറഞ്ഞു. അടിച്ചപ്പോ രണ്ടാമത് അടിച്ചു. അപ്പൊ ആ കല്ല് വീണ്ടും പൊട്ടി, അതിന്റെ ഉള്ളിൽ നിന്ന് വേറെ കല്ല്. മൂന്നാമതും അടിക്കാൻ വേണ്ടി പറഞ്ഞപ്പോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മൂന്നാമതും ആഞ്ഞടിച്ചു. അടിച്ചപ്പോൾ അതിന്റെ ഉള്ളിലതാ ഒരു പുഴു. ഈ മാങ്ങയൊക്കെ ചിലപ്പോ പൊളിച്ചാക്കാണ്, ചിലപ്പോ ഇതിന്റെ ഉള്ളിൽ നിന്ന് അണ്ടിന്റെ ഉള്ളിൽ നിന്ന് ചിലപ്പോ പാറലുണ്ട്. ഇതേപോലെ കല്ലിന്റെ ഉള്ളില് ഒരു പുഴു. ആ പുഴുവിനെങ്ങനെ ശ്രദ്ധിച്ചു നോക്കിയപ്പോ പുഴുവിന്റെ വായിൽ ഒരു തരി ഗോതമ്പ് അല്ലെങ്കിൽ ധാന്യമുണ്ട്, അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ പുഴു. അപ്പൊ മൂസാ നബി അലൈഹി സാധാരണ മൃഗങ്ങളുടെ, മനുഷ്യേതര ജീവികളുടെ സംസാരമൊന്നും ശ്രവിക്കാനോ കേൾക്കാനോ നമുക്ക് കഴിയൂല. പക്ഷെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ഈ ജീവിയുടെയും ഇടയിലുള്ള ഹിജാബ് തൽക്കാലം മാറ്റി വെച്ചു. അപ്പൊ ഇങ്ങനെ ശ്രദ്ധിച്ച് മൂസാ നബി നോക്കിയപ്പോ ഈ ജീവി ഇങ്ങനെ കരയുന്നുണ്ട്. സുബ്ഹാന മയ്യറാനി വയദ്കുറുനി വലാ യൻസാനി, സുബ്ഹാന മയ്യരിഫുനി, എന്നറിയുന്ന റബ്ബ്, എന്നെ മറക്കാത്ത റബ്ബ്, എനിക്ക് ഭക്ഷണം തരുന്ന റബ്ബ്, ആ റബ്ബിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. കല്ലിന്റെ ഉള്ളിലെത്തിയപ്പോഴും പടച്ച റബ്ബ് എന്നെ മറന്നില്ലല്ലോ, എനിക്ക് ഭക്ഷണം തന്നല്ലോ. ഞാനുള്ള സ്ഥലം പടച്ച റബ്ബ് എനിക്കറിയുമല്ലോ. അർഹമുർ റഹീമായ റബ്ബ്. ഇതാണ് സഹോദരന്മാരെ
ലോകത്തുള്ള സർവ്വജീവികൾക്കും ഭക്ഷണം നൽകുന്നത് അർഹമുർ റഹീമായ റബ്ബാണ്, സ്ഥലകാലാതീതനാണ്. ഒരു മനുഷ്യന് ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ സ്വർഗത്തിൽ കടക്കലല്ല, അതിനേക്കാൾ ഒരു വലിയ അനുഗ്രഹം പടച്ചറപ്പിനെ കാണലാണ്. സ്ഥലകാലാതീതനായ പടച്ചറപ്പ്, ആ പടച്ചറപ്പിനെ ഒന്ന് കണ്ടുകിട്ടിയാൽ അതൊരു മനുഷ്യനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ولا الحور الحسان ولا القيامة سوى نظر الجليل فذا مناهم وهذا مقصد القوم الكرام. സ്വാലിഹീങ്ങളുടെ അല്ലാഹു തആല ഇഷ്ടപ്പെട്ട ഇഷ്ടജനങ്ങളുടെ ഉദ്ദേശം സ്വർഗമല്ല, പൂർലീങ്ങളല്ല. ശിവാനവരിൽ ജലീലി ഫദാമുനാഹും, പടച്ചറപ്പിനെ കാണലാണ്. അർഹമുർ റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ മഹദ് ഫദ്ൽ കൊണ്ട് സാധുക്കളായി നമുക്ക് അതിന് ഭാഗ്യം നൽകട്ടെ.